ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കഥകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കയറി കാണുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. ശ്വേതാചിൽച്ചിൽ എന്ന ചാനലിൽ 150 മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, 150K മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് 50 പേരുള്ള, അപ്പോൾ 100K പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ കഥയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ സ്റ്റോറി കണ്ടവർക്കറിയാം, സെയിം തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ എന്തായാലും വിശ്വാസയോഗ്യമായ കഥകളിടാനാണ് ഞാൻ ശ്രമിക്കാറ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ ആ കഥ. അപ്പോൾ ഇന്ന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അമ്മയ്ക്ക്, സുമംഗലയ്ക്ക്, അതായത് അർജുൻ്റെ അമ്മയ്ക്കും കാര്യം മനസ്സിലായി, ഗൗതത്തിനും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അരുണിനോട് പിങ്കി തുറന്ന് പറയുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അരുണിനെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അരുണിനെ കൊണ്ട് ചോദിച്ച് അരുണിനോട് ഇവൾ സത്യം തുറന്ന് പറയുകയാണ്, എനിക്ക് ഗൗതത്തെ അല്ലാതെ മറ്റാരെയും മനസ്സിൽ പോലും ചിന്തിക്കാനായിട്ട്, ആ ഒരു സ്വപ്നത്തിൽ പോലും അർജുൻ്റെ ഭാര്യയാകാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഗൗതത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും അരുൺ ചോദിച്ചു, ഗൗതത്തിന് വേണ്ടിയിട്ടോ? എന്തൊക്കെയാണ് പിങ്കി പറയുന്നത്? ഇത്ര അർജുനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഗൗതത്തിന് വേണ്ടിയിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി വള്ളിപ്പുള്ളി തെറ്റാതെ നടന്ന കാര്യങ്ങൾ മണി പോലെ പറയുകയാണ്. ഇങ്ങനെ സാന്ദ്രയെ കണ്ടതും സാന്ദ്ര പറഞ്ഞതും നന്ദ പോയി കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് എന്നോടുള്ള സ്നേഹം അരുണിന് അറിയാലോ. ശരിക്കും നല്ലൊരു ഫ്രണ്ട് എന്ന നിലയിൽ അരുണിന് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. ഇനി ഞാൻ അരുണിനോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ അരുണിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ പിങ്കി പറയുന്നത്. പിങ്കി പറയുന്നത് കേട്ട് ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ അരുൺ നിൽക്കുകയാണ്. കാരണം സാന്ദ്രയും പിങ്കിയും കൂടെ ചെയ്തു വെക്കാനിരുന്ന ആ വലിയ ചതിയുടെ കഥയാണ് പുറത്ത് വന്നിരിക്കുന്നത്. പിങ്കി കരഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. എന്നെ ഗൗതത്തിന് എനിക്ക് വേണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ എവിടെയെങ്കിലും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് സാന്ദ്ര ഫോട്ടോ എടുക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങോട്ടേക്കാകുമ്പോൾ ഗൗതം മടിയൊന്നും കൂടാതെ വരും. മാത്രമല്ല ഗൗതം എന്നോട് കൂടുതൽ അടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഗൗതത്തിന് ആ ഒരു ഇത് തോന്നണമെങ്കിൽ, എന്നോട് ആ ഒരു ഇത് തോന്നണമെങ്കിൽ, ഞാൻ അർജുനോ എൻ്റെ കൂടെ വരണമെങ്കിൽ ഞാൻ അർജുനെ സ്നേഹിക്കുന്നു എന്ന് ഗൗതത്തിന് മനസ്സിലാവണം. എന്നാൽ മാത്രമേ ഗൗതം അങ്ങനെ ചെയ്യുള്ളൂ എന്ന് സാന്ദ്ര പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. പറ്റിപ്പോയി അരുൺ, എല്ലാം ഗൗതത്തിന് വേണ്ടി തന്നെയാണ്, പറ്റിപ്പോയി. എന്നിട്ട് ഫിക്സ് വരുന്ന രീതിയിൽ അഭിനയിക്കണ കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ശരി വഞ്ചകി എന്നാണ് അരുൺ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുന്നത്. എനിക്ക് എൻ്റെ ഗൗതമില്ലാതെ പറ്റില്ല അരുൺ. അരുണിനോടല്ലേ എനിക്ക് തുറന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഒരിക്കലും ആ ഗൗതം ഇല്ലാതെ ജീവിക്കാനാവില്ല. ഈ നന്ദ ഇല്ല ഗൗതമില്ലെങ്കിൽ ഒരിക്കലും അർജുനെ സ്നേഹിക്കാനാവില്ല. പക്ഷെ നന്ദ ഇങ്ങനെ ചെയ്തത് മൂലം ഈ പിങ്കി ഇങ്ങനെ ചെയ്തത് മൂലം ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും പിങ്കി അർജുനെ സ്നേഹിക്കുന്നു എന്നല്ലേ വിശ്വസിച്ചത്. അതവരെ പറ്റിക്കുന്നതിന് തുല്യമല്ലേ. എൻ്റെ മനസാക്ഷിക്ക് അത് ശരിയാണ്. എൻ്റെ മനസാക്ഷിക്ക് അത് ശരിയായതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. അതൊരിക്കലും തെറ്റാണ് എന്നെനിക്കിപ്പോഴും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അരുൺ പറഞ്ഞു, ആയിക്കോട്ടെ, അല്ല അതൊക്കെ പിങ്കിയുടെ ഇഷ്ടമാണ് എന്തായാലും. അപ്പോൾ നമ്മുടെ പിങ്കി വിചാരിച്ചത് അരുണിന് ഈ ഗൗതവും പിങ്കിയും തമ്മിലുള്ള ബന്ധം, ആ ഒരു റിലേഷൻ ഇഷ്ടമാണ്. അർജുൻ ഇല്ലയെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിയെ വിവാഹം കഴിക്കാൻ അരുണിന് ഇഷ്ടമാണ്. അത് അരുണിനോട് പറയും എന്ന രീതിയിലൊക്കെയാണ് പിങ്കി പിന്നെ അങ്ങോട്ട് സംസാരിക്കുന്നത്. എന്തായാലും അരുണിന് എൻ്റെ സ്നേഹം മനസ്സിലായല്ലോ. അരുൺ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അരുണിന് എൻ്റെ സ്നേഹം മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ അരുൺ എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ അരുൺ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അരുണൊരു കാര്യം ചെയ്യാമോ? അരുണൊന്ന് പറഞ്ഞ് ഗൗതത്തോടൊന്ന് പറഞ്ഞ് എൻ്റെ മാനസികാവസ്ഥയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യുക? ഗൗതമാണ് എന്നോടുള്ള വാശിക്ക് നന്ദയെ ഇഷ്ടമാണെന്ന രീതിയിലൊക്കെ കാണിക്കുന്നത്. ഒരിക്കലും നന്ദയെ ഗൗതത്തിന് ഇഷ്ടപ്പെടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. കാരണം ഗൗതത്തിൻ്റെ മനസ്സ് നിറയെ ഞാനാണ്. പിന്നെ എങ്ങനെയാണ് നന്ദയെ ഗൗതത്തിന് ഇഷ്ടപ്പെടാൻ പറ്റുന്നത്? എനിക്കറിയാം. എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തമ്മിലുള്ള ഇഷ്ടമൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഒരിക്കലും ഗൗതത്തിൻ്റെ മനസ്സിൽ മറ്റൊരു പെണ്ണും കുടിയേറില്ല എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ അരുൺ കൂടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം അരുൺ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞത് ഈ പിങ്കിയും ഗൗതമും ഒന്നാകണം, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഗൗതമിനോട് ഇഷ്ടമാണെങ്കിൽ മാത്രമാണ്. അത് പിങ്കി ശ്രദ്ധിച്ചോണം, അല്ലാതെ ഞാൻ ആ ഒരു രീതിയിലല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അരുൺ അങ്ങോട്ട് പോവാണ് കേട്ടോ. പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ. താൻ ചെയ്തു പോയത് ഓർത്തിട്ട്, വേറൊന്നുമല്ല, തൻ്റെ ഈ ഗതി ഓർത്തിട്ട്, അല്ലെങ്കിൽ തൻ്റെ ദുർവിധി ഓർത്തിട്ട് ഇങ്ങനെ നിന്ന് കരയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം പതുക്കെ ഈ അരുണിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ മനസ്സിലാക്കുകയാണ്. അരുൺ ചെന്ന് ഗൗതത്തോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, ഇതൊക്കെയാണ് സംഭവിച്ചത്
എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയോട് ശരിക്കും ദേഷ്യമാണ്. കാരണം ഈ അർജുൻ മരിച്ചോ ജീവിച്ചിരിക്കുന്നോ പോലും ഒന്നും അറിയത്തില്ല. അല്ലെങ്കിൽ അർജുൻ്റെ മരിച്ചോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത, എവിടെയാണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത അർജുൻ്റെ ആ ഒരു ജീവിതം, അല്ലെങ്കിൽ അർജുനെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് എടുത്തിട്ടിട്ട് അതുപോലെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റാനായിട്ട് പിങ്കി ശ്രമിച്ചതുകൊണ്ട് പിങ്കിക്ക് ഇനിയും മാപ്പില്ല. പിങ്കിക്ക് എൻ്റെ മനസ്സിൽ സ്ഥാനവുമില്ല, പിങ്കിക്ക് മാപ്പുമില്ല. പിങ്കിക്ക് ഞാൻ ഒന്നേ വാക്ക് കൊടുത്തിട്ടുള്ളൂ, എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടാവില്ല എന്ന്. ആ പിങ്കി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ പെണ്ണുണ്ടാവില്ല എന്ന വാക്ക് അതൊരു വാക്കാണ്. എൻ്റെ മനസാക്ഷിയൊക്കെ ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അതിപ്പോൾ നന്ദയെ സ്വീകരിച്ചുകൊണ്ട് അത് തെറ്റിക്കാനും എനിക്കൊരു മടിയുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. മാത്രമല്ല പിങ്കിയെ ഒരിക്കലും എനിക്കിനി അങ്ങനെ കാണാൻ പോലും സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എനിക്കതറിയാലോ. എന്തായാലും ഈ തെറ്റിന് പിങ്കിക്ക് ശിക്ഷ നൽകിയേ പറ്റുള്ളൂ. പിങ്കി വേദനിക്കണം, പിങ്കി വേദനിച്ച് കരയണം, മനസ്സ് നൊന്ത് കരയുന്നൊരവസ്ഥയിലേക്ക് എത്തണം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും സുമംഗലാൻ്റിയോട് പറയാനൊന്നും നിന്നില്ല കേട്ടോ ഗൗതം. സുമംഗല ഇങ്ങനെ പറഞ്ഞതാണ് പിങ്കിക്ക് അർജുനോടുള്ള ഇഷ്ടം സത്യമാണോ, അല്ലെങ്കിൽ അവൾ എന്തിനിങ്ങനെ ചെയ്തു എന്നൊക്കെ അറിയണമെന്ന്. പക്ഷേ പറയാൻ നിന്നില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കും. പറഞ്ഞാൽ അവരുടെ മകൻ്റെ ഭാര്യയാണ് ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ. എന്തായാലും ഇതിന് കൂട്ടുനിന്ന സാന്ദ്ര ഒരു കാരണവശാലും ഇനി അവളെ കൂട്ടു നിൽക്കാൻ പാടില്ല. സാന്ദ്ര ഇനി പിങ്കിക്ക് ഒരു സഹായിയായിട്ട് ഉണ്ടാവാൻ പാടില്ല. അതൊരു നമ്മുടെ ഗൗതം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അങ്ങനെ സാന്ദ്രയെ അറസ്റ്റ് ചെയ്യുകയാണ്. സാന്ദ്രയെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ ഇവൻ്റെ മേലുദ്യോഗസ്ഥനോടൊക്കെ ഗൗതത്തിൻ്റെ മേലുദ്യോഗസ്ഥനോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് സാന്ദ്രയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞത്. അങ്ങനെ സാന്ദ്രയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പം നീ ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാർ വലിച്ചെടുത്തുകൊണ്ടാണ് വരുന്നത്. സാന്ദ്ര പേടിച്ചു പോട്ടോ, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടിട്ട് കൊടുത്തു. ഗൗതം സാന്ദ്രയെ പൊരിച്ചടുക്കുകയാണെന്ന് തന്നെ പറയാം. ഇമാതിരി കുടുംബം കലക്കുന്ന പരിപാടി ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ കൂട്ടുകാരി പിങ്കിയെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, സ്നേഹിച്ചിരുന്നു. പക്ഷേ നിൻ്റെ കൂട്ടുകാരി പിങ്കിയെ ഞാൻ സ്നേഹിക്കുന്നില്ല. മാത്രമല്ല ഇത്ര വൃത്തികെട്ട മനസ്സിൻ്റെ ഒരു ഉടമയായ പിങ്കിയെ എനിക്ക് വിവാഹം കഴിക്കാനും സാധ്യമല്ല, ഞാൻ വിവാഹം കഴിക്കുകയില്ല. എൻ്റെ ഭാര്യ നന്ദയാണ്, നന്ദയെ മറന്നിട്ട് എനിക്ക് മറ്റൊരു ജീവിതവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. എന്നിട്ട് സാന്ദ്രയെ താക്കീത് ചെയ്യുന്നത് പോലീസ് ഓഫീസർ ഇവൻ്റെ മേലുദ്യോഗസ്ഥനോടല്ലേ, ACP അല്ലല്ലോ, ADGP, അതുതന്നെ ADGPയും താക്കീത് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പിങ്കിയുടെ അച്ഛൻ വരികയാണ് പിങ്കിയുടെ വീട്ടിലേക്ക്. എന്തായാലും ഗൗതം കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞതിന് പ്രകാരമൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ വരുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് വലിയൊരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ഈ പിങ്കിയുടെ അച്ഛൻ വന്ന് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമുക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. നന്ദ ഇടയ്ക്ക് ഫോൺ വിളിച്ച് പിങ്കിയോട് സംസാരിക്കുന്നുണ്ടല്ലേ. മാത്രമല്ല നമ്മുടെ സാന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ കൊടുത്ത പ്ലാനിന് മറുപ്ലാൻ ആരോ ചെയ്തിട്ടുണ്ട്, മറുപണി ആരോ തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്ലാൻ പൊളിഞ്ഞു പോയതും അർജുൻ്റെ അമ്മ അവിടെ വന്നതും. അതിപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല എന്ന് മനസ്സ് തകർന്ന പിങ്കി ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇതിന് പിന്നിൽ നമ്മുടെ നന്ദ തന്നെയാണ് കേട്ടോ. നന്ദ അരുണിനെ വിളിച്ച് കാര്യം അറിയിച്ചു, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നറിയിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരുൺ പോയിട്ട് സുമംഗലയെ കൊണ്ടുവന്നതാണ്. ഇത് അരുൺ പിന്നെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ചിൽച്ചിൽ ചേത, ഇത് വേറെ ചാനലാണ്. ചേത ചിൽച്ചിൽ എന്ന ചാനലല്ല ഇത്, ചിൽച്ചിൽ ചേത എന്ന ചാനൽ ഇപ്പം സെയിം എൻ്റെ ചാനൽ തന്നെയാണ്, ഞാൻ തന്നെയാണ്. പക്ഷേ ആ ചാനൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ ചാനലുണ്ട്, പക്ഷേ അതിനകത്ത് വീഡിയോ ചെയ്യുന്നില്ല. ഈ ചാനലിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനകത്തേക്ക് വരാം കേട്ടോ. സി യു അഗെയിൻ. താങ്ക് യു.